നമസ്തേ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സുബന്ധത്തെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് സുബന്ധം എന്ന പേര് വരുവാനുള്ള കാരണം എന്നുകൂടി നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ആ സുബന്ധങ്ങളുടെ നിയമങ്ങളുണ്ടല്ലോ, അന്തലിംഗ വചന വിഭക്തികൾ എന്ന്, അതിലെ അന്തത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ് അന്തഃ? അന്തഃ എന്ന് പറഞ്ഞാൽ അന്തിമഹ, അവസാനത്തേത് എന്നാണ് അർത്ഥം വരുന്നത്. ഈ അന്തങ്ങൾ തന്നെ രണ്ട് വിധത്തിലാണ് ഉള്ളത്: സ്വരാന്തഃ, വ്യഞ്ജനാന്തഃ. സ്വരങ്ങൾ അവസാനത്തിൽ വരുമ്പോൾ അവയെ സ്വരാന്തങ്ങൾ എന്നും, വ്യഞ്ജനങ്ങൾ അവസാനത്തിൽ വരുമ്പോൾ വ്യഞ്ജനാന്തം എന്നും പറയുന്നു. ഓക്കെ, അപ്പൊ ഈ അന്തം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് ഉദാഹരണത്തിലൂടെ നോക്കാം. അപ്പൊ ഇവിടെ നോക്കൂ, കുറച്ച് ഉദാഹരണം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. വിദ്യാലയ, സീത, പാർവതി, ഗുരു, ഗുരുഹു, പിതാ, സർവശക്, ജലമുക്, വണിക്, മരുത്, സുഹൃദ്, രാജ, ഇവയെല്ലാമാണ് ഉദാഹരണങ്ങൾ. അപ്പോ ഈ അന്തങ്ങൾ എപ്പോഴും ഒരു നാമപദത്തിന്റെ അവസാനത്തെ വർണ്ണത്തിലായിരിക്കും ഈ അന്തം ഉണ്ടാവുക. അപ്പൊ നാമപദം എന്നുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ ഒരു പ്രാതിപദികം, കറക്റ്റായിട്ട് പറഞ്ഞാൽ പ്രാതിപദികത്തിലായിരിക്കും കറക്റ്റായിട്ടുള്ള അന്തം നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ കിട്ടില്ലേ എന്നൊരു ചോദ്യം വരും. സ്വരാക്ഷരങ്ങളുടെ, അതായത് സ്വരാന്തങ്ങളാണെങ്കിൽ കിട്ടും, പക്ഷേ വ്യഞ്ജനാന്തങ്ങൾ നമുക്ക് ഈ പറഞ്ഞ ഉദാഹരണത്തിൽ നിന്ന് കിട്ടില്ല. അപ്പൊ നമുക്ക് എപ്പോഴും അന്തം എങ്ങനെയാണ് അല്ലെങ്കിൽ ഏതാണ് എന്ന് അറിയണമെങ്കിൽ പ്രാതിപദികത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ എന്താണ് പ്രാതിപദികം എന്ന് എല്ലാവർക്കും ഡൗട്ട് വരും അല്ലെ? ഒന്നുമില്ല. ഇപ്പൊ ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ ഉണ്ടല്ലോ, ഈ ഉദാഹരണങ്ങളെല്ലാം തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഉദാഹരണങ്ങളാണ്. ഇവയ്ക്ക് മുന്നേ ഉള്ള പദം, അതാണ് പ്രാതിപദികം എന്ന് പറഞ്ഞാൽ പ്രാതിപദികം നമുക്ക് ഉപയോഗിക്കുവാൻ സാധ്യമല്ല. അങ്ങനെയുള്ള പ്രാതിപദികത്തിൽ നിന്ന് മാത്രമേ നമുക്ക് അന്തം ലഭിക്കുകയുള്ളൂ. ഓക്കെ, അതിനുശേഷം മാത്രമേ, അന്തം ഇട്ടതിനു ശേഷം മാത്രമേ അവിടെ എന്താ പറയുക, വിസർഗവും അതെല്ലാം മറ്റുമെല്ലാം കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അന്തം പ്രാതിപദികത്തിലൂടെ നോക്കിയാൽ മാത്രമേ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ നോക്കൂ, ആദ്യത്തെ ഉദാഹരണം വിദ്യാലയ എന്നാണ്. അപ്പൊ ഇവിടെ വിദ്യാലയം, സ്കൂൾ എന്നാണ് അർത്ഥം. ഇവിടെ ഈ വിസർഗം നമുക്ക് ഇപ്പൊ വേണ്ട, കാരണം ഞാൻ പറഞ്ഞുല്ലോ പ്രാതിപദികത്തിലാണ് അന്തം നമുക്ക് നോക്കേണ്ടത് എന്ന്. അപ്പൊ നമുക്ക് വിസർഗം ഇല്ലാതെ വിദ്യാലയ എന്ന് വരെ എടുക്കാം. അപ്പൊ വിദ്യാലയ എന്നതിൽ യ എന്ന് നമ്മൾ ഉച്ചരിക്കുമ്പോൾ അവിടെ തന്നെ ആ എന്ന സ്വരാക്ഷരം അവിടെ നമുക്ക് ഉച്ചരിക്കുമ്പോൾ കേൾക്കുവാൻ സാധിക്കും. അങ്ങനെ നോക്കിയിട്ട് നമുക്ക് അന്തം കണ്ടെത്താൻ സാധിക്കും. അത് സ്വരാന്തങ്ങളിൽ മാത്രമാണ്. ഇപ്പൊ വിദ്യാലയ എന്നത് അകാരാന്ത വിദ്യാലയ ശബ്ദം. അതേപോലെ സീത, ഇവിടെ ദീർഘമായ ആകാരമാണുള്ളത് അല്ലെ, നമുക്കത് ഉച്ചരിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പോ സീത എന്നത് ആകാരാന്ത ശബ്ദമാണ്. അതേപോലെ പാർവതി, ഏതാണ് അന്തം വരിക? ഈകാരാന്തം അല്ലെ. അതേപോലെ ഗുരുഹു, വിസർഗം നോക്കണ്ട, ഗുരു, ഏതാണ് അന്തം? ഉകാരാന്തം, ഉകാരാന്ത ഗുരു ശബ്ദം. അതേപോലെ പിത, അച്ഛൻ.
ഇവിടെ ആകാരാന്തം അല്ല. കാരണം ഇത് ഞാൻ പറഞ്ഞിരുന്നു, ഇവയെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള പദങ്ങളാണ്. അപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത പദത്തിൽ നിന്നാണ് അന്തം ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ പിത എന്നത് ആകാരാന്തമല്ല, ഋകാരാന്ത പിതൃശബ്ദമാണ്. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കി വെച്ചേ മതിയാവൂ. പിത എന്നത് ആകാരാന്തമല്ല, ഋകാരാന്ത പിതൃശബ്ദത്തിൽ നിന്നാണ് പിത എന്ന രൂപം ഉണ്ടാകുന്നത്. ഓക്കെ, അതുപോലെ നോക്കൂ, സർവശക് ഭഗവാൻ എന്നാണ് അർത്ഥം വരുന്നത്. ഇവിടെ ഏതാണ് അന്തം? നമുക്ക് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. ചിലപ്പോൾ അത് കകാരാന്തം ആയിരിക്കുമോ? കകാരാന്തം തന്നെയാണ്. ഓക്കെ, കാരണം ഇതിന്റെ രൂപം എന്താ പറയാ, സർവശക് എന്ന് തന്നെയാണ്. പ്രഥമ വിഭക്തി ഏകവചനവും സർവശക് എന്ന് തന്നെയാണ്, ഭഗവാൻ എന്ന്. അതുകൊണ്ട് ഇവിടെ നമുക്ക് കകാരാന്തം എന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഏത് പദത്തിൽ? കേവലം സർവശക് എന്ന പദത്തിൽ. ക്ലിയർ ആണല്ലോ? അപ്പൊ സർവശക് എന്നുള്ളത് ഏതാണ് അന്തം? കകാരാന്തമാണ്. അപ്പൊ നമ്മൾ ഇതുവരെയും സ്വരാന്തങ്ങളെ കുറിച്ചിട്ടാണ് പഠിച്ചത്. പക്ഷേ ഇവിടെ കകാരാന്തം, വ്യഞ്ജനാന്തമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സർവശക്കിന്റെ പ്രാതിപതികം സർവശക് തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ, ജലമുക്ക്. അപ്പൊ ഇവിടെയും പറയും അല്ലെ, എന്താണ് അന്തം? കകാരാന്തമാണ് എന്ന് പറയും. അല്ല, കാരണം ഇത് ജലമുച്ച് ശബ്ദമാണ്, ചകാരാന്ത ശബ്ദമാണ്. ജലമുക് എന്നത് പ്രഥമ വിഭക്തി ഏകവചനം ഉപയോഗിക്കാൻ തരത്തിൽ നിർമ്മിച്ച ഒരു പദമാണ് ജലമുക്. അപ്പൊ പ്രാതിപതികം ഏതാണോ അതാണ് ആ പദത്തിന്റെ അന്തം. എന്ന് പറഞ്ഞാൽ ജലമുച്ച് ചകാരാന്ത ശബ്ദമാണ്. ഓക്കെ, മേഘം എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അടുത്ത് നോക്കൂ, വണിക്. ഇവിടെയും കകാരമല്ല, വ്യാപാരി എന്നാണ് അർത്ഥം വരുന്നത്. അന്തമോ ജകാരാന്തമാണ്, ജകാരാന്ത വണിജ്യ ശബ്ദം. ഓക്കെ, അടുത്തത് മരുത്ത്. ഇത് മനസ്സിലാകും, കാരണം അതിൽ തന്നെ അന്തമുണ്ട്. തകാരാന്ത മരുത്ത് ശബ്ദം, പ്രാതിപതികവും മരുത്ത് തന്നെയാണ്. ഓക്കെ, അതേപോലെ സുഹൃദ്, അതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും അന്തം, ദകാരാന്തം, സുഹൃത് ശബ്ദം. അതേപോലെ നോക്കൂ, ലാസ്റ്റ് വൺ രാജ. ഇവിടെ നോക്കൂ, നമ്മൾ പിത എന്നത് ആകാരാന്തം പറഞ്ഞു, അല്ല അത് ഋകാരാന്തം എന്ന് നമ്മൾ മനസ്സിലാക്കി. അതേപോലെ രാജ എന്നതും ആകാരാന്തം അല്ല, അത് നകാരാന്ത ശബ്ദമാണ്, രാജൻ ശബ്ദമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഇത്രയും പദങ്ങളെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇവയ്ക്ക് മുന്നിലുള്ള പ്രാതിപതികത്തിൽ നിന്നാണ് അന്തം നമുക്ക് എടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ വിദ്യാലയ എന്നതിന്റെ പ്രാതിപതികം വിദ്യാലയ, സീത എന്നതിന്റെ പ്രാതിപതികം സീത, പാർവതി എന്നതിന്റെ പാർവതി തന്നെയാണ്, ഗുരുഹു എന്നതിന്റെ ഗുരു, പിത എന്നതിന്റെ പിതൃ, സർവശക് എന്നതിന്റെ സർവശക് തന്നെയാണ് പ്രാതിപതികം. ജലമുക്ക് ജലമുച്ചാണ് പ്രാതിപതികം. വണിക്ക് വണിജ്, മരുത്ത് മരുത്ത്, സുഹൃദ് സുഹൃദ്, രാജ രാജൻ. ഓക്കെ, അപ്പോ ഇവയെ പ്രാതിപതികം കണ്ടുപിടിക്കണമെങ്കിൽ മറ്റൊരു വഴി കൂടിയുണ്ട്, വർണ്ണവിച്ഛേദം ചെയ്ത് നോക്കുക. അപ്പൊ വർണ്ണവിച്ഛേദം ചെയ്യുമ്പോൾ പ്രാതിപതികത്തിൽ ചെയ്താൽ മാത്രമേ അന്തം കിട്ടുകയുള്ളൂ. ഓക്കെ, വിസർഗസഹിത പദങ്ങളോ ആകാരാന്ത ഈകാരാന്ത പദങ്ങളോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ പദങ്ങളിൽ നിന്ന്
എന്താ പറയാ, അന്തത്തെ നമുക്ക് കിട്ടില്ല. പ്രാതിപതികം അറിഞ്ഞാൽ മാത്രമേ അന്തം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കൂ, വിദ്യാലയ വ പ്ലസ് ഇ ആണ് വി, ദ പ്ലസ് യ പ്ലസ് ആ ആണ് ദ്യ. അതേപോലെ ല പ്ലസ് ആ ല, യ പ്ലസ് ആ യ. അപ്പൊ ഇവിടെ അവസാനത്തെ വർണ്ണം ഏതാണ്? ആ അല്ലെ? ദീർഘ ആകാരമല്ല, ഹ്രസ്വ അകാരം. അപ്പോ വിദ്യാലയ എന്ന വർണ്ണവിച്ഛേദത്തിന്റെ അവസാനത്തെ വർണ്ണം ആ ആണ് അല്ലെ? അപ്പോൾ ഈ വിദ്യാലയ എന്ന ആ പദത്തിന്റെ അന്തം അകാരാന്തം. ഇടയിൽ ആ എന്ന് ദീർഘം ഉച്ചരിച്ചു, അത് അങ്ങനെ വന്നു പോയതാണ്, ഹ്രസ്വാകാരമാണ്. ഓക്കെ, അടുത്തത് നോക്കൂ, സീത സ പ്ലസ് ഇ സി, ത പ്ലസ് ആ ത. ഇവിടുത്തെ അന്തം ഏതാണ്? ആ അല്ലെ? ദീർഘാകാരമാണ്. അതുകൊണ്ട് ആകാരാന്ത സീതാ ശബ്ദം. ഇവയെല്ലാം തന്നെ പ്രാതിപതികങ്ങളാണ്. അടുത്തത് പാർവതി. അത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. പ പ്ലസ് ആ, ര പ്ലസ് വ പ്ലസ് അ, ർവ, ത പ്ലസ് ഇ. അപ്പൊ അവസാനത്തെ വർണ്ണം ഈ ആയതുകൊണ്ട് ഈ കാരാന്ത പാർവതി ശബ്ദ. അതുപോലെ ഗുരു, ഗ പ്ലസ് ഉ, ര പ്ലസ് ഉ, ഉകാരാന്ത ഗുരു ശബ്ദം. അടുത്തത് എന്താണ്? പിതാ. അത് എഴുതിയിട്ടില്ല അല്ലെ? അത് ഞാൻ പറയാം. പ പ്ലസ് ഇ പി. അതുപോലെ പിതാ എന്നതിനെ നമുക്ക് വർണ്ണവിച്ഛേദം ചെയ്യാൻ പറ്റില്ല, കാരണം അതിന്റെ അന്തം ഏതാണ്? ഋകാരാന്തമാണ്, പിതൃശബ്ദമാണ്. അപ്പോൾ പ പ്ലസ് ഇ പ്ലസ് ത പ്ലസ് ഋ ആണ് പിതൃ എന്ന് വരിക. അതേപോലെ സർവശക്, സ പ്ലസ് ആ സ, ര പ്ലസ് വ പ്ലസ് ആ ർവ, ഷ പ്ലസ് ആ ഷ, ക അല്ലെ? അവസാനത്തെ വർണ്ണം കായാണ്. അപ്പൊ അത് സർവശക് എന്നത് കകാരാന്തം. അതേപോലെ ജലമുക്ക്, അത് ജലമുച്ച് ശബ്ദമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതെങ്ങനെ മനസ്സിലാക്കി? പ്രാതിപതികത്തിൽ നിന്ന് വർണ്ണവിച്ഛേദം ചെയ്തു നോക്കി. ജ പ്ലസ് ആ ജ, ല പ്ലസ് ആ ല, മ പ്ലസ് ഉ മു, പിന്നെ ച ആണ്. അപ്പൊ ച അന്തമായത് കൊണ്ടാണ് ചകാരാന്ത ജലമുച്ച് ശബ്ദം. അതേപോലെ വണിക്ക്, അതെങ്ങനെയാ നമുക്ക് നോക്കാം. വ പ്ലസ് ആ വ, ന പ്ലസ് ഇ നി, ജ. അന്തം ജ ആണ് വന്നിരിക്കുന്നത്. അപ്പോ ജകാരാന്തം. അടുത്തത് ഏതാണ്? രാജ. അതിന്റെ പ്രാതിപതികം രാജൻ ആണ്. നോക്കൂ, ര പ്ലസ് ആ ര, ജ പ്ലസ് ആ ജ, ന, നകാരാന്ത രാജൻ ശബ്ദ. അതേപോലെ സുഹൃദ്, സ പ്ലസ് ഉ സു, ഹ പ്ലസ് റ് ഹൃ, ദ. അവസാനം മൃദുവായിട്ടുള്ള ദകാരം അവിടെ ഉള്ളത് കൊണ്ട് ദകാരാന്ത സുഹൃദ് ശബ്ദം. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നും കൂടി ഞാൻ പറയുകയാണ്. അന്തം കിട്ടണമെങ്കിൽ പ്രാതിപതികം ഏതാണ് എന്ന് അറിയേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയുള്ള പ്രാതിപതികത്തിലൂടെ മാത്രമേ അന്തത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ വർണ്ണവിച്ഛേദം ചെയ്യുകയാണ് ഏറ്റവും എളുപ്പവഴി. അതിലൂടെ നമുക്ക് കിട്ടും. പിന്നെ കൂടാതെ ഒരു എളുപ്പവഴി കൂടി, സ്വരാന്തങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ പ്രഥമ വിഭക്തി ഏകവചനം നോക്കിയാൽ സ്വരാന്തങ്ങളെ മനസ്സിലാക്കും. അതേപോലെ വ്യഞ്ജനാന്തങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ പ്രഥമ വിഭക്തി ബഹുവചനം എടുത്താൽ മനസ്സിലാക്കും. ഓക്കെ, കാരണം ഇപ്പൊ ജലമുക് എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതിന്റെ ജലമുക്, ജലമുച്ചൗ, ജലമുച്ചഹ. അപ്പൊ ജലമുച്ചഹ എന്നതാണ് പ്രഥമ വിഭക്തി ബഹുവചനം. അപ്പൊ അവിടെ മുച്ചഹ ച ഉള്ളത് കൊണ്ട് അത് ചകാരാന്തമാണ് എന്ന് മനസ്സിലാക്കും.
ഓക്കെ, അപ്പൊ സ്വരാന്തങ്ങളെ മനസ്സിലാക്കാൻ പ്രഥമ വിഭക്തി ഏകവചനവും വ്യഞ്ജനാന്തങ്ങളെ മനസ്സിലാക്കുവാൻ പ്രഥമ വിഭക്തി ബഹുവചനവും നോക്കിയാൽ കുറച്ച് എളുപ്പമായിരിക്കും. ഓക്കെ, ധന്യവാദ.